ഓക്കെ, അപ്പോൾ നമുക്ക് ബി കോമിൽ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. അത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് തിയറീസ് ഫുള്ള് നമുക്ക് നോക്കാം കേട്ടോ. ഫുള്ള് തിയറി, എല്ലാ ചാപ്റ്ററിലെ തിയറീസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ സിംഗിൾ എൻട്രി എന്താണെന്ന് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. കാരണം പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ വാട്ട് ഈ സിംഗിൾ എൻട്രി എന്നായിരിക്കും. അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ തന്നെ പഠിച്ചാൽ മതി. എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത്ര എഴുതിയാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് നമ്മൾ സിംഗിൾ എൻട്രിയുടെ ഒബ്ജക്റ്റീവ്സ്, ഉദ്ദേശം, എന്തിനാണ് സിംഗിൾ എൻട്രി യൂസ് ചെയ്യണേ? ഒന്ന് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ, ബിസിനസ്സിലെ ഓരോ ഇടപാടുകളും റെക്കോർഡ് ചെയ്യാൻ, അതുപോലെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാനായിട്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനായിട്ട്, അതുപോലെ പല പല ബാലൻസുകൾ കണ്ടുപിടിക്കാൻ, ഓരോരോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ സിംഗിൾ എൻട്രി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിംഗിൾ എൻട്രി ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഡബിൾ എൻട്രി ഫോളോ ചെയ്യാത്ത സിസ്റ്റം എല്ലാം സിംഗിൾ എൻട്രി ആണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, ഇന്നാക്യുറേറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേഞ്ച് ചെയ്യാം, കുറേ നമുക്ക് ഇഷ്ടമുള്ളതിൽ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതുപോലെ സാധാരണ ഈ സിസ്റ്റം ആരോ ഉപയോഗിക്കണേ? സ്മോൾ കൺസേൺസിലെ ചെറുകിട ബിസിനസ്സുകാരാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ കേട്ടോ. അതിന് അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച പോയിന്റുകളൊക്കെ തന്നെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എഴുതാം കേട്ടോ. ഇത് സിമ്പിളാണ്, കോസ്റ്റ്ലി അല്ല, ലെസ് കോസ്റ്റ്ലി ആണ്, ഫ്ലെക്സിബിൾ ആണ്, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സിന് വളരെ സ്യൂട്ടബിൾ ആണ്, വളരെ ട്രാൻസാക്ഷനൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിന് അഡ്വാൻറ്റേജും മെറിറ്റ്സ് ആയിട്ട് എഴുതാം. അപ്പോൾ നിങ്ങളൊരു കാര്യം പഠിച്ചു വയ്ക്കുക, ഈ ഒബ്ജക്റ്റീവ്സും അതുപോലെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജ് ഏകദേശം ഒരേ പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 5 മാർക്കിനൊക്കെ ചോദിച്ചു വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി. അപ്പോൾ നിങ്ങൾ ആദ്യം സിംഗിൾ എൻട്രി എന്താണെന്ന് എഴുതാം കേട്ടോ, എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാം കേട്ടോ. സിംഗിൾ എൻട്രീസ് എന്ത് പറയുക? അൺസിസ്റ്റമാറ്റിക് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആണ്, ഇൻകംപ്ലീറ്റ് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിന്റുകളൊക്കെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് ആൻസർ കിട്ടും. ഇനി അടുത്തത് സിംഗിൾ എൻട്രിയുടെ ലിമിറ്റേഷൻ, പരിമിതികൾ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ലിമിറ്റേഷൻസ് ഓർ ഡീമെറിറ്റ്സ് ഓർ ഡിഫക്റ്റ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഇന്നാക്യുറേറ്റ് ആണ്. ഇത് ഇൻകംപ്ലീറ്റ് ആണ്, അൺസയൻറ്റിഫിക് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്, അതുപോലെ ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ബിസിനസ്. അതായത് വലിയ വലിയ ബിസിനസ്സുകാരില്ലേ, അവർക്കൊരിക്കലും ഈ ഒരു മെത്തേഡ് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. അത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ ടു ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റിയിലെ മക്കളെ നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഇയർ എൻഡിങ് ആകുമ്പോൾ, വർഷം അവസാനിക്കുമ്പോൾ അവർ ടാക്സ് അടയ്ക്കണം, ഗവൺമെൻറ്റിലോട്ട് ടാക്സ് അടയ്ക്കണം അല്ലേ. അപ്പോൾ ഈ ടാക്സ് അതോറിറ്റികളില്ലേ, അതായത് ടാക്സ് അടയ്ക്കേണ്ട ആ സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ കമ്പനികളിലെ ഈ അക്കൗണ്ട് ഒരിക്കലും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. സിംഗിൾ എൻട്രിയിലാണ് നമ്മുടെ അക്കൗണ്ട്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ടാക്സ് അതോറിറ്റി അത് ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അത് ഇൻകംപ്ലീറ്റ് അല്ലേ, അത് കംപ്ലീറ്റ് അല്ലല്ലോ. കംപ്ലീറ്റ് ആണെങ്കിലേ ടാക്സ് അതോറിറ്റീസ് എന്ത് ചെയ്യുള്ളൂ? ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും എന്ത് ചെയ്യില്ല? അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊരു ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ഡിഫിക്കൽട്ട് വാല്യൂ ഗുഡ് വില് വാല്യൂ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഗുഡ് വില് വാല്യൂ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ എററുകളും ഫ്രോഡുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ, അത് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഇനി ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം പലതവണ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാ? പ്യുവർ സിംഗിൾ എൻട്രി സിസ്റ്റം, സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആൻഡ് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. പ്യുവർ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് സിസ്റ്റം, ഈ സിസ്റ്റം അനുസരിച്ച് നോ സബ്സിഡിയറി ബുക്സ് ആർ മെയിൻറ്റെയിൻഡ്. സബ്സിഡിയറി ബുക്സ് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യില്ല, പേഴ്സണൽ അക്കൗണ്ട്സ് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇനി സിമ്പിൾ സിംഗിൾ എൻട്രി സിസ്റ്റം ചോദിച്ചാലോ, അണ്ടർ ദിസ് സിസ്റ്റം, ഈ സിസ്റ്റം അനുസരിച്ച് ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഈ സിസ്റ്റം അനുസരിച്ച് ക്യാഷ് ബുക്കും പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ക്വാസി സിംഗിൾ എൻട്രി ആണെങ്കിലോ, പേഴ്സണൽ അക്കൗണ്ടും ക്യാഷ് ബുക്കും അതർ സബ്സിഡിയറി ബുക്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് ക്വാസി സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഈ 3 പഠിച്ചു വയ്ക്കുക, ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ പ്രോഫിറ്റ് കാണാൻ 2 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ?
സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് മെത്തേഡ് ഉണ്ട്, അതുപോലെ കൺവേർഷൻ മെത്തേഡ് ഉണ്ട്. അതിൽ കൺവേർഷൻ മെത്തേഡ് ചിലപ്പോൾ വാട്ട് ഈസ് കൺവേർഷൻ മെത്തേഡ് എന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, യെസ്, മറ്റൊന്നിലേക്ക് മാറ്റുക. അതായത് സിംഗിൾ എൻട്രി നമ്മൾ ഡബിൾ എൻട്രിയിലോട്ട് മാറ്റുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ ഡബിൾ എൻട്രി ആയി കഴിഞ്ഞാൽ എന്തായി, അത് കംപ്ലീറ്റ് ആയി, ആക്യുറേറ്റ് ആയി, സയൻറ്റിഫിക് ആയിട്ടോ. അപ്പോൾ ഈ കൺവേർഷൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങളുള്ളത്? ഒന്ന്, നമുക്ക് സിംഗിൾ എൻട്രിക്കുള്ള എല്ലാ ഡിഫക്റ്റുകളും അല്ലേ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ നമുക്ക് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടും. ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ കിട്ടും. റിലയബിൾ ആണ്, വിശ്വാസ്യതയുള്ളതാണ്, ആക്യുറേറ്റ് ആണ്. അതുപോലെ എറേഴ്സും ഫ്രോഡ്സും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് ആ കൺവേർഷൻ മെത്തേഡിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക്. അടുത്ത മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. വാട്ട് ഈസ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ഇറ്റ് ഈസ് എ ട്രേഡിംഗ് അക്കൗണ്ട് prepared to find out missing figures such as opening stock, closing stock. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യനകത്ത് ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ പർച്ചേസോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മിസ്സിംഗ് ആയിട്ടുള്ള ഫിഗറുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ടിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുക. ഇറ്റ് ഈസ് നോട്ട് പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ഡബിൾ എൻട്രി സിസ്റ്റത്തിലല്ല ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ സിംഗിൾ, അപ്പോൾ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാവുന്നത്. പക്ഷെ 5 മാർക്കിൽ വരാം. ഞാൻ പറഞ്ഞ ആ തിയറീസിലെ അഡ്വാൻറ്റേജസ് ഫീച്ചേഴ്സ് ഒക്കെ 5 മാർക്കിന് വരാം. അതുകൂടാതെ ഇതിൽ ഡിഫറൻസ് ഉണ്ട്, അത് ഇതിനകത്തില്ല. ഡിഫറൻസ് പഠിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്, അതെന്തായാലും പഠിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിൽ ഡിഫറൻസ് പഠിക്കുക. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി ഞാൻ ഓൾറെഡി മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് പഠിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി പഠിക്കുക. പിന്നെ പഠിക്കുന്ന ഒരു ഡിഫറൻസ് കൂടി ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ 3 ഡിഫറൻസും 5 മാർക്കിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ഡിഫറൻസ് ഒന്ന് വേഗത്തിൽ പറയാം 5 മാർക്കിന്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞ 3 ഡിഫറൻസ് ഉണ്ട്. അതിൽ സിംഗിൾ എൻട്രി സിസ്റ്റവും ഡബിൾ എൻട്രി സിസ്റ്റവും നമ്മുടെ ഡിഫറൻസ് വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാരഗ്രാഫായിട്ട് സിംഗിൾ എൻട്രി എന്താണെന്നും ഡബിൾ എൻട്രി എന്താണെന്നും എഴുതാട്ടോ. 5 മാർക്കിനാണെങ്കിൽ സിംഗിൾ എൻട്രീസ് ഇൻകംപ്ലീറ്റ് ആണ്, അൺസിസ്റ്റമാറ്റിക് ആണ്, അൺസയൻറ്റിഫിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അടുത്ത പാരഗ്രാഫിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഈസ് എന്താണ്, സയൻറ്റിഫിക് ആണ്, കംപ്ലീറ്റ് ആണ്, സിസ്റ്റമാറ്റിക് എന്നാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് 2 കോളം വരച്ച് ചെയ്താൽ സിംഗിൾ എൻട്രി എന്താ 1 ആസ്പെക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രിയിൽ ബോത്ത് ആസ്പെക്റ്റ് ആർ റെക്കോർഡഡ്. ഇത് ഇൻകംപ്ലീറ്റും ഇന്നാക്യുറേറ്റ് ആണ്, അത് കംപ്ലീറ്റും ആക്യുറേറ്റ് ആണ്. ഇത് അൺസയൻറ്റിഫിക്കും അൺസിസ്റ്റമാറ്റിക് ആണ്, അത് സയൻറ്റിഫിക്കും സിസ്റ്റമാറ്റിക് ആണ്. ഇത് സ്മോൾ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആണ്, അത് എല്ലാ ബിസിനസ്സിനും ഡബിൾ എൻട്രി ഉപയോഗിക്കാം. ഇത് ലെസ് കോസ്റ്റ്ലി, ചിലവ് കുറവാണ്, അത് കോസ്റ്റ്ലി ആണ്. ഇവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, അവിടെ പേഴ്സണലും റിയലും നോമിനലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ ആണോ? അടുത്ത 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ അക്കൗണ്ട്, ഇതൊരു അക്കൗണ്ട് ആണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസോ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ഡബിൾ എൻട്രി പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അത് സിംഗിൾ എൻട്രി പ്രകാരമാണ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് വെച്ചിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസോ ക്ലോസിംഗ് ക്യാപിറ്റൽ വെച്ചിട്ടാണ്. ഇവിടെ എക്സാക്റ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ് കാണിക്കുക, അവിടെ അപ്രോക്സിമേറ്റ് ഒരു ഏകദേശ പ്രോഫിറ്റ് ഓർ ലോസ് ആണ് കാണിക്കുക. ഇതിൽ ഏണിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വരാനായിട്ടുള്ള റീസൺ നമുക്ക് കിട്ടും, അവിടെ ഡസ് നോട്ട് ഗീവ് റീസൺ കേട്ടോ. ഇതാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തത് ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഡിഫറൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ഡബിൾ എൻട്രി ആണ്. ഇത് റിലയബിൾ അല്ല, വിശ്വസിക്കാൻ പറ്റുന്നതല്ല, മറ്റേത് വിശ്വസനീയമാണ്. ഇത് സ്മോൾ ബിസിനസ് ആണ് പ്രിപ്പയർ ചെയ്യുക, അത് ബിഗ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഇത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് കിട്ടും. അവിടെയാണെങ്കിലോ ഫിനാൻഷ്യൽ പൊസിഷനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസ് നമുക്ക് ഒരിക്കലും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അവിടെയാണെങ്കിലോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒന്ന് ഈ 3 ഡിഫറൻസുകളും കൂടി പഠിച്ചു വയ്ക്കണം ഫസ്റ്റ് ചാപ്റ്ററിൽ കേട്ടോ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. അതിൽ കമ്പനിയുടെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. കമ്പനി എന്താണ്? കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ? അക്കോർഡിംഗ് ടു ലോർഡ് ജസ്റ്റിസ് പറയുന്നത് എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അതായത്
ഒരു കോമൺ സീലും സ്ഥിരമായ നിലനിൽപ്പുമുള്ള നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കമ്പനിയുടെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. കമ്പനിയുടെ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ അത് വളണ്ടറി അസോസിയേഷൻ ആണ്, സ്വമേധയാ നമ്മൾ തുടങ്ങുന്ന ഒരു അസോസിയേഷൻ ആണ്, സെപ്പറേറ്റ് ആയുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, പെർപ്പച്വൽ സക്സഷൻ തുടർച്ചയായി നിലനിൽപ്പുണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, കോമൺ സീലുണ്ട്, അത് മാനേജ് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്, അതിൻ്റെ ഷെയറുകളെല്ലാം ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കുകൾ ഏതൊക്കെയാണ്? കമ്പനികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കുകൾ മിനിറ്റ്സ് ബുക്ക്, ജനറൽ ലെഡ്ജർ ആൻഡ് ജേണൽസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇനി അൺപെയ്ഡ് ഇൻവോയ്സസ്, ലോൺ ഡോക്യുമെൻറ്റ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ കുറേയധികം ബുക്സുകളുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഈ ബുക്കുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാവുന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി നിങ്ങൾ കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഈ ബുക്സുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. അതായത് നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ലൊക്കേഷൻ, പ്ലേസ് ഓഫ് ബ്രാഞ്ച് ബുക്ക്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഇങ്ങനെ എക്സാമിനൊന്നും അധികം ചോദിച്ചിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഷെയർ ക്യാപിറ്റൽ? 2 മാർക്കിന് ചോദിക്കാം. ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ മൂലധനമില്ലേ ക്യാപിറ്റൽ, അതിന് പറയുന്ന പേരാണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഷെയർ എന്ന് പറഞ്ഞാൽ? ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് ചെറിയ 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 യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ നമുക്ക് ക്യാപിറ്റൽ വേണമെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം വാങ്ങാൻ പറ്റുമോ? ഇല്ല. ആ 10 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 100 രൂപയുടെ പല പല ഷെയറുകളാക്കാം. അപ്പോൾ 100 രൂപയുടെ എത്ര ഉണ്ടാക്കണം? 10 ലക്ഷം ഡിവൈഡ് ബൈ 100 ചെയ്താൽ പോരെ? അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കിട്ടണമെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു സ്മോൾ ആൻഡ് ഈക്വൽ യൂണിറ്റ്. കണ്ടോ? അതിനെ ചെറിയ ചെറിയ യൂണിറ്റുകളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷെയർ എന്ന് പറയുക. അപ്പോൾ ആ ഓരോ യൂണിറ്റിനെ നമുക്ക് ഷെയർ എന്ന് വിളിക്കാം. ഇനി ഷെയർ വാങ്ങുന്ന ആളെ നമ്മൾ എന്താ വിളിക്കുക? കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന ആളെ എന്താ വിളിക്കുക? നമ്മൾ ഷെയർ ഹോൾഡർ. എ പേഴ്സൺ ഹൂ ബൈസ് എ ഷെയർ. കണ്ടോ? ഷെയർ വാങ്ങുന്ന പേഴ്സണെ നമുക്ക് ഷെയർ ഹോൾഡർ എന്ന് വിളിക്കാം. ഇനി ഷെയർ ക്യാപിറ്റൽ പല ടൈപ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഈ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ തന്നെയാണ് നോമിനൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് രജിസ്റ്റേർഡ് ക്യാപിറ്റലാണ് കേട്ടോ. ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യില്ലേ? ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അഥവാ നോമിനൽ ക്യാപിറ്റൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇനി ഇഷ്യൂഡ് എന്ന് പറഞ്ഞാൽ ആ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം കമ്പനി എന്ത് ചെയ്യും? ആവശ്യത്തിനനുസരിച്ച് കമ്പനി ഇഷ്യൂ ചെയ്യും സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പബ്ലിക്കിലോട്ട്. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇനി ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയറുകളും ആളുകൾ വാങ്ങണമെന്നില്ല അല്ലേ? അപ്പോൾ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാങ്ങിയ ആൾക്കാരുടെ കയ്യിൽ നമ്മൾ ഓരോരുത്തരായിട്ട് വിളിക്കും ഡയറക്ടർ. അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി വിളിച്ച ആൾക്കാരെല്ലാവരും പൈസ അടയ്ക്കണമെന്നില്ല. അതിൽ കുറച്ച് ആളുകൾ മാത്രമേ ചിലപ്പോൾ പൈസ അടയ്ക്കുള്ളൂ. അപ്പോൾ ആക്ച്വലി എത്രയാണോ പെയ്ഡ് ചെയ്തിട്ടുള്ളത് അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പിലെ കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ഒഴികെയുള്ള ബാക്കി എല്ലാ സിറ്റുവേഷനിലും നമ്മൾ വിളിക്കുന്ന ക്യാപിറ്റലാണ്, മാറ്റിവെക്കുന്ന പൈസയാണ് റിസർവ് ക്യാപിറ്റൽ. അതായത് നമ്മൾ വിളിക്കാത്ത ആളുകളുടെ എമൗണ്ട് നമ്മൾ റിസർവായിട്ട് മാറ്റിവെക്കും. അതായത് ഒരു കമ്പനി അവസാനിക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ റിസർവായിട്ട് ഭാവിയിലേക്ക് വേണ്ട ഒരു മുൻകരുതൽ ധനമായിട്ട് മാറ്റിവെക്കും. അതാണ് റിസർവ് ക്യാപിറ്റൽ. അവിടെ ഒരു ഡിഫറൻസ് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. അടുത്താണ് ടൈപ്സ് ഓഫ് ഷെയർ ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ. 2 തരത്തിലുള്ള ഷെയർ ഉണ്ട്. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ അല്ലാത്ത എല്ലാ ഷെയർ ഇക്വിറ്റി ഷെയറാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഷെയർസ് വിച്ച് ആർ നോട്ട് പ്രിഫറൻസ് ഷെയർസ് ആർ കോൾഡ് ഇക്വിറ്റി ഷെയർ. അതിന് ഓർഡിനറി ഷെയർ എന്നും പറയാറുണ്ട്. അപ്പോൾ എന്താ പ്രിഫറൻസ് ഷെയർ? പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ക്യാരീസ് പ്രിഫറൻഷ്യൽ റൈറ്റ് വിത്ത് റെസ്പെക്ട് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. അതായത് ഡിവിഡൻറ്റ് കൊടുക്കുന്നതിലും റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിലും ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയറാണ് പ്രിഫറൻസ്. അതായത് നമ്മളൊരു കമ്പനി അവസാനം നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കില്ലേ? അപ്പോൾ ആർക്ക് ആദ്യം കൊടുക്കുക? പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കുള്ളൂ. അതുപോലെ ഓരോ വർഷവും ലാഭവിഹിതം കൊടുക്കുമ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയറിന് കൊടുക്കാൻ അവർക്കാണ് പ്രിഫറൻസ്. അതാണ് പ്രിഫറൻസ് ഷെയർ. ഇനി പ്രിഫറൻസ് ഷെയർ പല ടൈപ്സ് ഉണ്ട്. അത് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. ക്യൂമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തെ ഈ ഷെയറുകളിൽ കൂടി വരില്ലേ? അതാണ് ക്യൂമുലേറ്റീവ്. നോൺ ക്യൂമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യൂമുലേറ്റ് ചെയ്യാത്തത്. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞാലോ അവർക്ക് എന്ത് ചെയ്യാം? പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നോൺ പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അവർക്ക് എപ്പോഴും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻറ്റ് കിട്ടുള്ളൂ. ഈ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഷെയറിനെ ഇക്വിറ്റി ഷെയറിലോട്ട് കൺവെർട്ട് ചെയ്യാം. ഈ നോൺ കൺവെർട്ടബിൾ എന്ന് പറഞ്ഞാലോ
ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇക്വിറ്റി ഷെയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. റെഡീമബിൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ വാങ്ങിയ ഷെയർ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്ത ഷെയർ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചു മേടിക്കാം, റെഡീം ചെയ്യാം, റീപേയ്മെൻറ്റ് ചെയ്യാം. പക്ഷേ നോൺ റെഡീമബിൾ ഒരിക്കലും തിരിച്ചു മേടിക്കാൻ പറ്റില്ല. ഇനി CCPS എന്താണെന്ന് ചോദിച്ചാൽ കമ്പൽസറി കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസിനെയാണ് CCPS എന്ന് പറയുക. അതായത് ഇതൊരു ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് വിച്ച് ഓഫർ ഫിക്സഡ് ഇൻകം ടു ദ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് കമ്പൽസറിലി കൺവേർട്ട് ഇൻ ടു ഇക്വിറ്റി ഷെയർ ഓഫ് ഇഷ്യൂയിങ് കമ്പനി ആഫ്റ്റർ എ പ്രീ ഡിറ്റർമിൻ പീരീഡ്. അതായത് ഈ ഒരു ഷെയർ വാങ്ങിച്ചാൽ ഇതൊരു പ്രിഫറൻസ് ഷെയർ ആണേ, പക്ഷേ നമുക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു ഫിക്സഡ് ഇൻകം കിട്ടും. പക്ഷേ ഒരു പീരീഡ് കഴിയുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ഈ ഷെയറിനെ എന്തിലോട്ട് മാറ്റണം, ഇക്വിറ്റി ഷെയറിലോട്ട് മാറ്റണം. അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയറിനെയാണ് CCPS എന്ന് പറയുക, കമ്പൽസറി കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. അടുത്ത സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ 2 മാർക്കിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ? സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് അല്ലേ. അതായത് കമ്പനിയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ട് ഷെയറുകൾ കൊടുക്കും. പബ്ലിക്കിൽ കൊടുക്കാതെ ഇവർക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കും, വില കുറച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷെയറിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുക. അടുത്തതാണ് നമ്മുടെ ഇസോസ്, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അതായത് നമുക്കൊരു ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർ വാങ്ങാനായിട്ട് എംപ്ലോയീസിന് സാധിക്കും. ഒരു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച വിലയ്ക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ എംപ്ലോയീസിന് ഷെയർ വാങ്ങാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കും, ഒരു സ്കീം കൊടുക്കും. ആ സ്കീമിനെയാണ് ഇസോപ്പ് അല്ലെങ്കിൽ ഇസോസ് എന്ന് പറയുക. ഇസോസ് എന്നും പറയും, ഇസോപ്പ് എന്ന് പറയും. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നും പറയും കേട്ടോ, 2 സെയിം ആണ്, ഓർത്ത് വയ്ക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? എംപ്ലോയീസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അട്രാക്ട് എഫിഷ്യൻറ്റ് സ്കിൽഡ് എംപ്ലോയീസിനെ നമുക്ക് കിട്ടും, അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാരണം അവർക്ക് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കല്ലേ, അപ്പോൾ അവരുടെ കാര്യക്ഷമതയുള്ള എംപ്ലോയീസിനെ കിട്ടും, പിന്നെ അവരെ എൻകറേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാം. ഇനി കമ്പനിയിൽ എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുക, എങ്ങനെയൊക്കെ നമുക്ക് കമ്പനിയിൽ പൈസ ഉണ്ടാക്കാം? 1 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, 2 റൈറ്റ് ഇഷ്യൂ, 3 പബ്ലിക് ഓഫർ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി പബ്ലിക് ഇഷ്യൂവിൽ IPO പഠിച്ചു വെച്ചോളൂ, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് അർത്ഥം. അതായത് ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് നമ്മൾ ഷെയറോ സ്റ്റോക്കോ നമ്മൾ ഇഷ്യൂ ചെയ്യില്ല, വിൽക്കാൻ റെഡി ആവില്ലേ, അതിനെയാണ് നമ്മൾ IPO എന്ന് പറയുക കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പുതിയ ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം? പ്രോസ്പെക്ടസ് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവൽ വാങ്ങണം. പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണം. ആപ്ലിക്കേഷൻ നമ്മൾ റിസീവ് ചെയ്യണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ സ്ക്രൂട്ടിനൈസ് ചെയ്യണം, എന്താ സൂക്ഷ്മ പരിശോധന നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യുക? സോർട്ട് ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ആപ്ലിക്കേഷൻസ് റെക്കോർഡ് ചെയ്യുക. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ഇനി ഷെയറുകൾ നമുക്ക് 3 രീതിയിൽ ഇഷ്യൂ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ ഉണ്ട്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ഉണ്ട്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ഉണ്ട്. എന്താ പാർ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഷെയർ അതിൻ്റെ ഒറിജിനൽ വാല്യൂ 100 രൂപയ്ക്ക് തന്നെ നമ്മൾ വിൽക്കാൻ റെഡി ആവുകയാണെങ്കിൽ അതാണ് ഷെയർസ് അറ്റ് പാർ. ഇനി 100 രൂപയുടെ ഷെയർ നമ്മൾ കൂട്ടി വിൽക്കില്ല, ചിലപ്പോൾ നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ കൂട്ടി വിറ്റാൽ ആൾക്കാർ വാങ്ങും. അപ്പോൾ 100 രൂപയുടെ ഷെയർ ഹയർ ദാൻ ദെയർ ഫേസ് വാല്യൂവിനേക്കാൾ കൂടുതൽ എമൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അത് പ്രീമിയവും, കുറവ് എമൗണ്ടിനാണെങ്കിൽ ലോവർ ദാൻ ദ ഫേസ് വാല്യൂ ആണെങ്കിൽ അത് ഡിസ്കൗണ്ടും ആണ്. ഇനി മിനിമം സബ്സ്ക്രിപ്ഷൻ, മിനിമം എന്ന് പറഞ്ഞാൽ മിനിമം ഇത്ര ഷെയർ വാങ്ങണം എന്നുള്ളതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതിൽ ഉറപ്പായിട്ടും പഠിക്കേണ്ട 2 ക്വസ്റ്റ്യൻ ആണ് അണ്ടർ സബ്സ്ക്രിപ്ഷനും ഓവർ സബ്സ്ക്രിപ്ഷനും. അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഈസ് ലെസ് ദാൻ ഇഷ്യൂഡ് ഷെയർ. ഇത് ഇഷ്യൂ ചെയ്ത ഷെയറിനേക്കാൾ കുറവാണ് ആളുകൾ വാങ്ങിയെങ്കിൽ അത് അണ്ടർ സബ്സ്ക്രിപ്ഷനാണ്. അതായത് എൻ്റെ കമ്പനിയിൽ ഒരു 10,000 ഷെയർ വിൽക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷേ ആളുകൾ ഒരു 9,000 ഷെയർ മേടിച്ചുള്ളൂവെങ്കിൽ അത് അണ്ടർ സബ്സ്ക്രിപ്ഷനും. 10,000 ഷെയറിന് പകരം 12,000 ഷെയർ കൂടുതൽ ഷെയറിൻ്റെ പൈസ അക്കൗണ്ടിൽ വന്ന് കിടക്കണമെങ്കിലോ അത് ഓവർ സബ്സ്ക്രിപ്ഷനുമാണ്. എന്താണ് കോൾസ് ഇൻ അരിയർ? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ സം ഷെയർ ഹോൾഡർ മേ ഫെയിൽ ടു പേ അലോട്ട്മെൻറ്റ് മണി ഓർ കോൾ മണി. ചില ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ അടയ്ക്കില്ല. അപ്പോൾ അതിനെയാണ് അരിയർ, കുടിശ്ശിക എന്ന് പറയുക. ഇനി കോൾസ് ഇൻ അഡ്വാൻസ് പറഞ്ഞാൽ കോള് വിളിക്കുന്നതിന് മുമ്പായിട്ട് ഷെയർ ഹോൾഡർ പൈസ അടയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പനിക്ക് അതിൻ്റെ പൈസ കിട്ടുകയാണെങ്കിൽ അത് കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. മനസ്സിലായോ? ചിലപ്പോൾ അടുത്ത മാസം 1-ാം തീയതി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കോൾ വിളിക്കുക, പക്ഷേ ആ ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് ഷെയർ ഹോൾഡർ പൈസ കൊണ്ട് തന്നാൽ, കോളിൻ്റെ പൈസ കൊണ്ട് തന്നാൽ അത് കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. ഇനി ഫോർ ഫീച്ചർ എന്ന് പറഞ്ഞാലോ അരിയർ വരില്ലേ മക്കളെ? അതായത് ഷെയർ ഹോൾഡർ അടയ്ക്കാതിരിക്കുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? അത് ക്യാൻസൽ ചെയ്യും, ഇനി അടയ്ക്കേണ്ട എന്ന് പറയും. അതിനെയാണ് ഫോർ ഫീച്ചർ എന്ന് പറയുക. ഫോർ ഫീച്ചറിൻ്റെ സ്റ്റെപ്സ് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. അത് മെമ്മോറാണ്ടത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അടയ്ക്കാത്ത ആളുകളുടെ ലിസ്റ്റ് ഇടണം, നോട്ടീസ് ഇടണം അല്ലേ,
ഫോർഫീറ്റ് ചെയ്തെന്നുള്ളത് അവരെ അറിയിക്കണം, അവരെ ഇൻഫർമേഷൻ അറിയിക്കണം, അവരെ പേര്, അതായത് നമ്മുടെ കമ്പനിയുടെ രജിസ്റ്ററിൽ അതിന് അവരുടെ പേര് റിമൂവ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഫോർഫീറ്റഡ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അന്ന് ഓർഡറിലൊന്ന് പഠിച്ച് വെക്കാട്ടോ എല്ലാവരും. അതിൻ്റെ പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ അതന്നെ എഴുതിയാൽ മതി. ഈ പ്രോറാറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ വിലയിൽ, അതായത് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദ ഷെയർസ് അപ്ലൈ ചെയ്ത ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ ആനുപാതികമായിട്ട് ഷെയർ അലോട്ട് ചെയ്യുന്നതിനെയാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ് എന്ന് പറയുക. ഇനി അനൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർഫീറ്റ് ചെയ്ത ഷെയറിനെ നമ്മൾ ക്യാൻസൽ ചെയ്യില്ലേ. ഫോർഫീറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ആണല്ലേ. ഇപ്പോൾ അശ്വതി എന്ന് പറയുന്ന പുള്ളിക്കാരി എൻ്റെ കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങി, പക്ഷെ അദ്ദേഹം അലോട്ട്മെൻറ്റോ കോൾ മണിയോ അടച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അരിയറാണല്ലേ. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. ഓക്കെ അല്ലേ, ഇനി അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും അവർക്കൊരു അവസരം കൂടി കമ്പനി കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ക്യാൻസൽ ചെയ്ത ക്യാൻസലേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യില്ലേ, ഇത് വീണ്ടും അവർക്കൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് അനൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറയുക കേട്ടോ. അതായത് ഫോർഫീറ്റ് ചെയ്ത ഷെയറിനെ വീണ്ടും ക്യാൻസൽ ചെയ്യുക, അതാണ് അനൽമെൻറ്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് ഓർത്ത് വയ്ക്കണേ. സറണ്ടർ ഓഫ് ഷെയർ, ദ വളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ടു ദ കമ്പനി ബൈ ദ ഷെയർ ഹോൾഡർ ഈസ് കോൾഡ് സറണ്ടർ. അതായത് ഒരു ഷെയർ ഹോൾഡർ അയാളുടെ സ്വമേധയ, അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ഷെയർ വേണ്ടാന്ന് വെക്കില്ലേ, സറണ്ടർ ചെയ്യില്ലേ, ത്യാഗം ചെയ്യില്ലേ, അതാണ് സറണ്ടർ ഓഫ് ഷെയർ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ലീൻ ഓൺ ഷെയർ എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കുക. എന്താണ്? ഓക്കെ, പ്രോറാറ്റ എന്ന് പറഞ്ഞാൽ കമ്പനി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഷെയറുകൾ അപ്ലൈ ചെയ്യുക, പ്രൊപ്പോർഷനേറ്റ് ഷെയർ അലോട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ 3 പേര് ഷെയർ വാങ്ങി, ഒരാൾ 10,000 ഷെയർ വാങ്ങി, വേറൊരാൾ ഒരു 5,000 ഷെയർ വാങ്ങി, വേറൊരാൾ 5,000 വാങ്ങി, അപ്പോൾ മൊത്തം 20,000 ആയില്ലേ. പക്ഷേ കമ്പനി ആകെ ഒരു 15,000 ഷെയർ മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഒരു 5,000 കൂടുതൽ വന്ന് കിടക്കല്ലേ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ആ ലാസ്റ്റ് വന്ന ആളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാതെ 3 പേർക്ക് എന്ത് ചെയ്യും, അവർ വാങ്ങിയതനുസരിച്ച് അവർക്ക് ആനുപാതികമായിട്ട് ഷെയർ അലോട്ട് ചെയ്യും. അതാണ് പ്രോറാറ്റ, പ്രൊപ്പോർഷനേറ്റ്, ആനുപാതികമായിട്ട് ഷെയർ അലോട്ട് ചെയ്യുക. ക്ലിയർ ആയോ? ഒരു മിനിറ്റ്, എൻറോൾമെന്റ് എന്ന് പറഞ്ഞാല് ക്യാൻസൽ ചെയ്ത ഷെയറിനെ വീണ്ടും ക്യാൻസൽ ചെയ്യണ്ട, അപ്പം ക്യാൻസൽ ചെയ്ത ഷെയറിനെ ആക്റ്റീവ് ആക്കുക, അതന്നെ ഫോർഫീറ്റ് ചെയ്ത ഷെയറിനെ ആക്റ്റീവ് ആക്കുക, ദാറ്റ് ഈസ് അനൽമെന്റ്. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ സ്വമേധയാ വളണ്ടറിലി എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക, അതായത് ഷെയർ വേണ്ട എന്ന് വെക്കുക, അതാണ് സറണ്ടർ ഓഫ് ഷെയർ കേട്ടോ. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ കൂടുതൽ പൈസയ്ക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, 3rd മൊഡ്യൂളാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് 2nd ചാപ്റ്ററിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് അറിയാലോ? ആ 2nd ചാപ്റ്ററിൽ വരുന്ന 5 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. റിസർവ് ക്യാപിറ്റൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അൺകോൾഡ് ക്യാപിറ്റലിൽ നിന്നാണ്, ക്യാപിറ്റൽ റിസർവോ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ്. റിസർവ് ക്യാപിറ്റൽ കമ്പൽസറി അല്ല കമ്പനിയിൽ മാറ്റിവെക്കണമെന്ന്, പക്ഷേ ക്യാപിറ്റൽ റിസർവ് കമ്പൽസറിയാണ്. റിസർവ് ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക, അറ്റ് എ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്, കമ്പനി അവസാനിക്കുന്ന സമയത്തായിരിക്കും ഈ മാറ്റിവെച്ചിട്ടുള്ള റിസർവ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ക്യാപിറ്റൽ റിസർവ് ആണെങ്കിലോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി റിസർവ് ക്യാപിറ്റൽ ഒരിക്കലും ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യില്ല, കാണിക്കില്ല, ക്യാപിറ്റൽ റിസർവ് കാണിക്കും. ഇനി റിസർവ് ക്യാപിറ്റൽ മാറ്റി വെക്കണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ, പ്രത്യേകം പ്രമേയം പാസ്സാക്കണം. ക്യാപിറ്റൽ റിസർവിന് അങ്ങനെ പ്രത്യേകം പ്രമേയം ഒന്നും പാസ്സാക്കണ്ട. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൽ 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഡിഫറൻസ് ആണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. ഇക്വിറ്റി ഷെയർ വാങ്ങിയാൽ കമ്പനിയുടെ ഓണറായി, അപ്പോൾ അത് ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. പ്രിഫറൻസ് ഷെയർ ഹൈബ്രിഡ് ആണ്. ഇവിടെ ഡിവിഡൻഡ് ഫിക്സഡ് അല്ല. ഇക്വിറ്റി ഷെയർ വാങ്ങുന്ന ആൾക്കാർക്ക് എത്ര പ്രോഫിറ്റ് വരുന്നുണ്ടോ അതിനനുസരിച്ച് കൂടുതൽ ലാഭവിഹിതം കിട്ടും. പക്ഷേ പ്രിഫറൻസ് ഷെയറിന് എപ്പോഴും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡിവിഡൻഡേ കിട്ടുള്ളൂ. ഇനി ഇവിടെ നോമിനൽ വാല്യൂ കുറവാണ്, അവിടെ നോമിനൽ വാല്യൂ കൂടുതലാണ്. അതുപോലെ എക്സ്പെൻസ്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലവ് കുറവാണ്. പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. ഇനി ഇക്വിറ്റി ഷെയറിൽ ഡിവിഡൻഡ് നമ്മൾ അവസാനമേ കൊടുക്കുള്ളൂ. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കൊടുക്കുക. അവർക്കല്ലേ ആദ്യത്തെ പ്രിഫറൻസ്, അതുകൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനായിരിക്കും നമ്മൾ ആദ്യം ഡിവിഡൻഡ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് 2nd ചാപ്റ്ററിലെ ഡിഫറൻസ്. നമുക്ക് 3rd മൊഡ്യൂളിലോട്ട് പോവുകയാണെങ്കിൽ ഡിബഞ്ചർ എന്താണെന്ന് പഠിക്കുക. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് അല്ലേ, കടമെടുക്കാനായിട്ടുള്ള ഒരു കടപ്പത്രമാണ് ഡിബഞ്ചർ കേട്ടോ. അപ്പോൾ കോമൺ സീലിൽ ഒരു കമ്പനി കടമെടുക്കുന്നതിന് വേണ്ടി ഇഷ്യൂ ചെയ്തൊരു ഡോക്യുമെൻ്റാണ് ഡിബഞ്ചർ. ഇനി ബോണ്ട് എന്ന് പറഞ്ഞാലോ, ബോണ്ടും ഇതുപോലെ തന്നെയുള്ളതാണ്. പക്ഷേ അത് സാധാരണ ഗവൺമെൻറ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ഗവൺമെൻറ് സ്ഥാപനങ്ങളോ ഇഷ്യൂ ചെയ്യുന്ന ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റാണ് ബോണ്ട് കേട്ടോ. അതായത് അവർ പ്രത്യേകം പറയുക കോർപ്പറേഷൻസോ ഗവൺമെൻറ് എൻറ്റിറ്റിയോ ആണ് സാധാരണ അത് ഇഷ്യൂ ചെയ്യുക കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. അത് ഡിബഞ്ചറിൻ്റെ ഫീച്ചേഴ്സ്, അതൊരു കടപ്പത്രം, ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ലോൺ ക്യാപിറ്റലാണ്, അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല,
അവിടെ നമ്മൾ ഫിക്സഡ് റേറ്റ് ഓഫ് ഐസ് ഡിവിഡൻഡ് അല്ല, ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് എപ്പോഴും നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് എപ്പോഴും നമ്മൾ പലിശ അടയ്ക്കുക കേട്ടോ, അത് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഷെയർ ആണെങ്കിൽ നമുക്ക് എന്താ ഡിവിഡൻ്റ് ആണ് കിട്ടുക അല്ലേ, ഡിവിഡൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി ഡിബഞ്ചർ വാങ്ങുന്ന ആൾക്ക് ഒരിക്കലും കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. ഇത് ലോങ് ടേം ഫിനാൻസ് ആണ്, അത് സെക്യൂർഡ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഡിബഞ്ചറിൻ്റെ ഫീച്ചേഴ്സ്. ഇനി ഡിബഞ്ചർ നമുക്ക് എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? ഇഷ്യൂ അറ്റ് പാർ ഉണ്ട്, ഒറിജിനൽ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യാം, കൂടുതൽ വിലയ്ക്കാണെങ്കിൽ അത് പ്രീമിയാണ്, കുറവാണെങ്കിൽ ഫേസ് ഡിസ്കൗണ്ട്. ഓൾറെഡി നമ്മൾ ഷെയറിൻ്റെ കേസ് പറഞ്ഞില്ലേ, ആ സെയിം സെൻറ്റൻസിനെ എഴുതിയാൽ മതി. പക്ഷേ ഷെയറിന് പകരം എന്താക്കുക, ഡിബഞ്ചർ എന്നാണ് ആക്കിയാൽ മതി, സെയിം സെൻറ്റൻസ് തന്നെ കേട്ടോ. ഇനി എന്താണ് കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സെക്യൂരിറ്റി വെക്കും, മെയിൻ സെക്യൂരിറ്റി വെക്കണം അല്ലേ. അപ്പോൾ മെയിൻ സെക്യൂരിറ്റിക്ക് പുറമേ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റിയാണ് കൊളാട്രൽ സെക്യൂരിറ്റി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഡിബഞ്ചർ ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയാണ്. ഡിബഞ്ചർ വേണമെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിലൊക്കെ വെച്ച് നമുക്ക് ലോൺ എടുക്കാം. ഈ റിഡംഷൻ, എന്താ റിഡംഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ ഡിബഞ്ചർ നമ്മൾ തിരിച്ച് മേടിക്കില്ലേ, അപ്പോൾ ഇത് സിംപിളി പറയുകയാണെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ ആണ് കേട്ടോ. തിരിച്ച് നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്തിട്ട് ഡിബഞ്ചർ തിരിച്ച് മേടിക്കുന്നതിനെയാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. നമുക്ക് പലതരത്തിലുള്ള റിഡംഷൻ ഉണ്ട്. അറ്റ് പാർ, ഇഷ്യൂ അറ്റ് പാർ, റെഡീമബിൾ. നമ്മൾ പ്രോബ്ലം ചെയ്തില്ലേ, ഒറിജിനൽ വിലയ്ക്ക് വിറ്റിട്ട് ഒറിജിനൽ വിലയ്ക്ക് തിരിച്ച് മേടിക്കുക. ഇനി പ്രീമിയത്തിൽ കൂട്ടി വിറ്റിട്ട് തിരിച്ച് ഒറിജിനൽ വിലയ്ക്ക് വാങ്ങുക. അതുപോലെ ഡിസ്കൗണ്ടിൽ വിറ്റിട്ട് പാറിൽ തിരിച്ച് മേടിക്കുക. മനസ്സിലായില്ലേ? അത് ഒരു 6 കേസ് വരുന്നുണ്ട്. 6 കേസ് പഠിക്കാൻ എളുപ്പമൊഴിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് തിയററ്റിക്കലായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾ 5 മാർക്കിന് പഠിച്ചു വയ്ക്കുക. ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഓണർഷിപ്പാണ്, ഓണറാണ് അല്ലേ, ഓൺഡ് ക്യാപിറ്റലാണ്. ഡിബഞ്ചർ ബോറോഡ്, കടം മേടിച്ചതാണ്. ഇവിടെ ഡിവിഡൻഡ് കൊടുക്കും, അവിടെ ഇൻട്രസ്റ്റ് ആണ് അടയ്ക്കേണ്ടത്. ഇവിടെ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേരി ചെയ്യും, മാറും. അവിടുത്തെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ല, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആണ്. അത് തെറ്റുണ്ട് കേട്ടോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ് എന്നാണ് കേട്ടോ ഡിബഞ്ചറിൽ. ഓക്കെ അല്ലേ? ഇവിടെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് വേരീസ്, ഡിബഞ്ചറിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഫിക്സഡ് എന്നാണ് കേട്ടോ. ഇത് അൺസെക്യൂർഡ് ആണ്, അത് സെക്യൂർഡ് ആണ്. ഇവിടെ വോട്ടിംഗ് റൈറ്റ് കിട്ടും, അവിടെ വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇത് ഷെയർ ഹോൾഡറിൻ്റെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറായി അവർ പ്രൊപ്പറൈറ്ററായിട്ട് കണക്കാക്കുന്നു. പക്ഷേ ഡിബഞ്ചർ വാങ്ങിയാൽ ഡിബഞ്ചർ ഹോൾഡറാണ്, ഒരു ക്രെഡിറ്ററാണ്. ഷെയർ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം കേട്ടോ. ഇവിടുത്തെ ഷെയർ ഉദ്ദേശിക്കുന്ന ഇക്വിറ്റി ഷെയർ ആണ് കേട്ടോ. അപ്പോൾ ഷെയർ ഡിബഞ്ചർ തമ്മിൽ ഡിഫറൻസ് എല്ലാവരും പഠിക്കുക. 4ാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. അതിൽ തിയറി മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ പാലിക്കേണ്ട ഒരു കൂട്ടം നിയമങ്ങളെയും ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ റോള് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നൽകുന്നു. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് പ്രോസസ്സുകളെല്ലാം ഹാർമോണൈസ് ചെയ്യുന്നു. അത് ഡൈവേർട്ടായി കിടക്കുന്നില്ലേ, പല രാജ്യങ്ങളിലും പല 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 അക്കൗണ്ടിങ് സിസ്റ്റം ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒരേപോലെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഹാർമോണൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ കണ്ടൻറ്റുകൾ എൻഹാൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലായിടത്തും ഒരേ റിസൾട്ടുകളായിരിക്കും, കാരണം എല്ലാവരും ഒരേ പ്രിൻസിപ്പിളും ഒരേ തത്വങ്ങളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസൾട്ടുകളൊക്കെ ഒരേപോലെ ആയിരിക്കും അല്ലേ. ഒരു യൂണിറ്റി ഉണ്ടായിരിക്കും, യൂണിഫോം റിസൾട്ട് ആയിരിക്കും. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. റിലയബിലിറ്റി, വിശ്വാസ്യത നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കമ്പാരിസൺ പോസിബിൾ ആയിരിക്കും. ഈ ഒരു 6 പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഈ ചാപ്റ്ററിന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് 6 പോയിന്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ, ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബെനിഫിറ്റ്സുകളും വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ. അത് നമുക്ക് അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻ്റാണ്. അതും സെയിം തന്നെയാണ് പറഞ്ഞത്, റിലയബിലിറ്റി, യൂണിഫോമിറ്റി, അതുപോലെ എലിമിനേഷൻ, അതായത് എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും സംഭവങ്ങൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കമ്പാരിസൺ പോസിബിൾ ആണ്. അപ്പോൾ ഒരു കാര്യം മക്കളെ പഠിച്ചു വെച്ചോളൂ, ഒരു 6 പോയിന്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പഠിച്ചു വയ്ക്കുക. ഈ ചാപ്റ്ററിന് എന്ത് വന്നാലും അത് എഴുതി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഇനി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന് റെസ്ട്രിക്റ്റഡ് സ്കോപ്പാണ്, ഫ്ലെക്സിബിലിറ്റി ഇല്ല, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു 3 പോയിന്റ് ഓർത്ത്, അതങ്ങനെ അധികം വന്നിട്ടില്ല, എന്നാലും 3 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഇനി ASBനെ കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പഠിച്ചു. ASB എന്ന് പറഞ്ഞാൽ എന്താ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് കേട്ടോ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തവരാണ്. 1977 ഏപ്രിൽ 21 ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത്, ഓർത്ത് വയ്ക്കുക. അവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്തൊക്കെയായിരുന്നു? അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ ഡെവലപ്പ് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുക, അതിൻ്റെ റിവ്യൂ എടുക്കുക, റെഗുലർ ഇൻ്റർവെൽസിൽ ഓരോ ഇൻ്റർവെൽസിനും അതിൻ്റെ റിവ്യൂ എടുക്കുക, അതുപോലെ തന്നെ ടൈം ടു ടൈം ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക, ഗൈഡൻസ് കൊടുക്കുക, ക്ലാരിഫിക്കേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ്.
ഇനി ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഗ്ലോബലി അംഗീകരിച്ചുള്ള കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതിന് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ചോദിക്കുകയാണെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ മൾട്ടിനാഷണൽ കമ്പനീസിനെ ഡെവലപ്പ് ചെയ്യുക, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് വളർച്ച, അപ്പോൾ അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടുക, ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യുക ബെറ്റർ ആയിട്ട്, ഇതൊക്കെയാണ് അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഇനി ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ വേ ദാറ്റ് കമ്പനീസ് പ്രസൻറ്റ് ദെയർ അക്കൗണ്ട്സ് അല്ലേ. അതായത് പ്രസൻറ്റിലുള്ള അക്കൗണ്ട്സുകളൊക്കെ നമുക്ക് എങ്ങനെ പ്രസൻ്റ്ലി ഉള്ള അവരുടെ അക്കൗണ്ട്സുകളൊക്കെ കമ്പനീസൊക്കെ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, അതായത് ഏതൊക്കെ റൂൾസുകൾ ഉപയോഗിച്ചിട്ടാണ് അവർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് ഇൻ്റർനാഷണലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ലോകമെമ്പാടും ആക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കേട്ടോ. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് വായിച്ചു വിട്ടാൽ മതി, അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത് IASB ആണ്. IASB എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അത് ബേസ് ചെയ്തിട്ടുള്ളത് ലണ്ടനിലാണ്. അപ്പോൾ അവിടെയും എന്താണ്? ഹൈ ക്വാളിറ്റിയിലും അണ്ടർസ്റ്റാൻഡബിളിലും എൻഫോഴ്സിബിൾ ആയിട്ടുള്ള ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇനി IFRS, റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS. IFRS ഡെവലപ്പ് ചെയ്തതിൽ IASBയുടെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഹൈ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരാനും, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാനും, അതുപോലെ പബ്ലിക് ഹിയറിങ്ങിന് വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് പോയിന്റ്സുകൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത IFRS എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. 2 മാർക്കിന് ചോദിക്കാം, എപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇത് പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇതിൻ്റെ ഫ്രെയിം വർക്ക് അഡോപ്റ്റ് ചെയ്ത IASB ആണ്. IFRS ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് ബൈ IASB. IFRS ഡെവലപ്പ് ചെയ്ത ആരാണ്? IASB ആണ്. 2 പോയിന്റ് എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്ലോബലാണ്, പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, അത് IASB ആണ് മെയിൻറ്റെയിൻ ചെയ്തത്, ഹൈ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി ആണ്, കമ്പയറബിലിറ്റി എൻഷുർ ചെയ്യുന്നു, യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. അതിൻ്റെ സെറ്റിങ്ങിൻ്റെ പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ IFRS കൺവേർജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ 5 മാർക്കിന് വരെ ചോദിക്കാം. കൺവേർജൻസ് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇല്ലേ, ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റർനാഷണലി അല്ലെങ്കിൽ IFRSുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? മെർജ് ചെയ്തു, അതായത് കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു അച്ചീവ് ഹാർമണി വിത്ത് IFRS. മനസ്സിലായില്ലേ? ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു, IFRSുമായിട്ട് യോജിച്ചിട്ട് ഒരു യൂണിഫോമിറ്റി കൊണ്ടുവന്നു. അതിന് നീഡും റീസൺസും ചോദിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ വരാനായിട്ട്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ എമർജൻസ്, ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം കിട്ടാൻ വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിന് അതിൻ്റെ റവന്യൂ അതോറിറ്റീസിന് വേണ്ടിയിട്ട്, കമ്പയറബിലിറ്റി, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി, അതൊക്കെ നമുക്കിതിൻ്റെ ഇത് നീഡ് ആൻഡ് റീസൺസ് ആയിട്ട് പറയാം. അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ പറയാം. ഗ്രോത്ത്, ഇൻ്റർനാഷണൽ പരമായിട്ടുള്ള ഗ്രോത്ത്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട്, ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട്, അങ്ങനെ കുറച്ച് പോയിന്റുകൾ പഠിക്കുക. അത് ഇനി അടുത്തതിന് ശേഷം ഇൻവെസ്റ്റേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. പക്ഷേ ഇത് ബ്രീഫായിട്ട് IFRS എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാരണം IFRS കൺവേർജൻസ് ആണ് എക്സാമിന് എപ്പോഴും വരാറുള്ളത്, ബാക്കിയൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല. പിന്നെ NFR ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കുക, 2 മാർക്കിന് ചോദിക്കാം. നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിനെയാണ് NFR എന്ന് പറയുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് വായിച്ചു വിടാം. SIC എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയാണ്, അതും ബ്രീഫായിട്ടൊന്ന് വായിച്ചു വിടാം. ഇനി നമ്മുടെ ഇതിനകത്ത് ജസ്റ്റ് നോക്കേണ്ടത് കുറച്ച് ബ്രീഫായിട്ടുള്ള ഫിനാൻഷ്യൽ എലമെൻറ്റ്. അസറ്റ് എന്താണ്? അസറ്റൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാല്യൂ ഉള്ള ഏതൊരു തിങ്സും അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. ലയബിലിറ്റീസ് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ പേയബിൾ ആണ് അല്ലേ, അടയ്ക്കാനുള്ള എമൗണ്ടുകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുക. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർ അല്ല, ഓണറിന് കൊടുക്കാനുള്ള എല്ലാ എമൗണ്ടും ഇക്വിറ്റിയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? വരുമാനമാണ്. എക്സ്പെൻസ് കോസ്റ്റ് ആണ്. ഇൻഡേസും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കുക കേട്ടോ. ഇൻഡേസും IFRS ഇൻ്റർനാഷണൽ ആണല്ലോ, അപ്പോൾ അത് വാല്യൂ കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്, അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത IASB ആണ്, അത് MCA ആണ്. ഇതിലിപ്പോൾ 114 കൺട്രീസിൽ ഈ IFRS ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ ഇന്ത്യയിൽ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഇവിടെ പ്രൊപ്പോസ് ഡിവിഡൻഡ് എന്തില്ല, നോട്ട് റിക്വയർഡ് ആണ്. അവിടെ പ്രൊപ്പോസ് ഡിവിഡൻഡ് റിക്വയർഡ് ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു 5 ഡിഫറൻസ് പഠിച്ച് വെക്കുക കേട്ടോ. ഇവിടെ IFRSൽ EPS ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ്. EPS സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണിക്കും, പക്ഷേ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഒരിക്കലും അത് കാണിക്കില്ല കേട്ടോ. അതൊന്ന് ബ്രീഫായിട്ട് ഒരു 5 എണ്ണം പഠിച്ച് വെക്കുക. പിന്നെ FASB ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെയാണ് FASB. അത് ബേസ് ചെയ്യുന്നത് നമ്മുടെ USA കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, അങ്ങനെ അത്രയും ചോദിച്ചിട്ടില്ല. ഇനി ഗ്യാപ്പ് എന്താണെന്ന് ചോദിക്കാം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിനെയാണ് ഗ്യാപ്പ് എന്ന് പറയുക. ഇതിന് അണ്ടറിൽ ശരിക്കും 4 എണ്ണം വരുന്നുണ്ട്. ഏതൊക്കെ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്,
അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ്, ഇത്രയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക്. അതിൽ കൂടുതൽ ജസ്റ്റ് നോക്കണമെന്നൊന്നുമില്ല, ഇത്രയും നോക്കി വെക്കുക കേട്ടോ. അടുത്ത നമ്മുടെ ലാസ്റ്റ് 5th ചാപ്റ്ററിലോട്ട് നമ്മൾ പോകാം. നമുക്ക് 5ാമത്തെ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ചോദിച്ചോളൂ. അപ്പോൾ 5ാമത്തെ മൊഡ്യൂളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഒരു ബിസിനസ്സിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര ടൈപ്സ് ഉണ്ട്? 5 ഉണ്ട്. ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ, നോട്ട്സ് ഫോർ എക്സ്പ്ലനേറ്ററി ഇൻഫർമേഷൻ. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇനി അതിനകത്ത് SOFP എന്താണെന്ന് ചോദിക്കുക. SOFP എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബാലൻസ് ഷീറ്റിനെയാണ് പറയുക കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിലെ ബാലൻസ് ഷീറ്റ്, അതിനെ പറയുന്ന പേരാണ് SOFP. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറയുന്ന പേരാണ് SOPL, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ഇറ്റ് ഷോസ് ദ ഇൻകം ആൻഡ് എക്സ്പെൻസ് ഓഫ് എ കമ്പനി എഴുതിയാൽ മതി. മറ്റോടാണെങ്കിൽ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എഴുതിയാൽ മതി. മനസ്സിലായോ? SOFP ചോദിക്കുകയാണെങ്കിൽ പറയാം ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. SOPL ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എന്താ? ഇൻകം ആൻഡ് എക്സ്പെൻസ്. ഓക്കെ അല്ലേ? ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, SOCE ചോദിക്കാം. SOCE എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഇല്ലേ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റിയുടെ വേറൊരു പേര് അറിയാം ആർക്കെങ്കിലും? ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ? ഷെയർ ഹോൾഡറിന് കിട്ടേണ്ട എല്ലാതും. അപ്പോൾ ഇക്വിറ്റി ഷെയർ വരാം, പ്രിഫറൻസ് ഷെയർ വരാം, ഡിവിഡൻഡ് വരാം. അങ്ങനെ അവർക്ക് കിട്ടാനുള്ളതിന് ചേഞ്ച് കാണിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്താണ് SOC കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് ജസ്റ്റ് അസറ്റിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റിൽ പഠിക്കുന്നുണ്ട്. ഫിക്സഡ് അസറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫിക്സഡ് ടേമിലേക്ക് ലോങ് ടേമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് ഫിക്സഡ്. പിന്നെ കറണ്ട് അസറ്റ് വിത്തിൻ 1 ഇയറിനുള്ളിൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ഇൻടാഞ്ചിബിൾ കാണാൻ പറ്റാത്തത്, ഹാവ് നോ എനി ഫിസിക്കൽ എക്സിസ്റ്റൻസ്, കാണാനോ തൊടാനോ പറ്റില്ല. പിന്നെ ഫിനാൻഷ്യൽ അസറ്റ് ഉണ്ട്. ബയോളജിക്കൽ അസറ്റ്, അത് ആനിമൽ ഓർ പ്ലാന്റ് ഒക്കെയാണ് ബയോളജിക്കൽ അസറ്റ് കേട്ടോ. കണ്ടിജൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ അസറ്റ്, ഇറ്റ് മേ ഓർ മേ നോട്ട് അറൈസ് ഇൻ ഹാപ്പൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആക്ച്വൽ അസറ്റ് അല്ല പക്ഷെ ഭാവിയിലായേക്കാം. അപ്പോൾ കണ്ടിജൻ ലൈബിലിറ്റിയോ ഇപ്പോൾ ആക്ച്വൽ ലൈബിലിറ്റി അല്ല പക്ഷെ ഭാവിയിലാകാം. മനസ്സിലായില്ലേ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അറിയാലോ. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. EPS ചോദിക്കട്ടെ മക്കളെ, എപ്പോഴും വരാറുള്ള ക്വസ്റ്റൻ ആണ് 2 മാർക്കിന്. വാട്ട് ഈസ് EPS? EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ ആണ്. ഒരു ഷെയറിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ദ ഇൻട്രസ്റ്റ് ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർസ് ഓഫ് എൻ എൻറ്റിറ്റി ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഇൻട്രസ്റ്റ് ഇതിൻ്റെ ഇൻകം എഴുതിയാൽ മതി കേട്ടോ. ഓരോ ഷെയറിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഇൻകത്തിനെയാണ് EPS എന്ന് പറയുക. ഡൈല്യൂട്ടഡ് EPS ഉണ്ട്. ഡൈല്യൂട്ടഡ് എന്ന് പറയുക EPS കുറഞ്ഞ EPS ഇല്ലേ, അതിന് ഡൈല്യൂട്ടഡ് EPS എന്ന് പറയാം. ഡിവിസിബിൾ പ്രോഫിറ്റ് ഉണ്ട്. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിസിബിൾ പ്രോഫിറ്റ് ആർ ദാറ്റ് പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ആർ അവൈലബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഫോർ ഡിവിഡൻഡ്. അതായത് ഡിവൈഡ് ചെയ്യാത്ത പ്രോഫിറ്റ് ഇല്ലേ, ഡിവിഡൻഡ് കൊടുക്കാത്തത്. അപ്പോൾ കമ്പനി തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ ഷെയർ ഹോൾഡറിന് കൊടുക്കാനുള്ള കമ്പനിയിൽ നിലനിൽക്കുന്ന പ്രോഫിറ്റിനെയാണ് ഡിവിസിബിൾ പ്രോഫിറ്റ്, ഡിവൈഡ് ചെയ്യാത്ത പ്രോഫിറ്റ് കേട്ടോ. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാലോ ഷെയർ ഹോൾഡറിന് കൊടുക്കേണ്ട പ്രോഫിറ്റിലെ ഒരു പാർട്ടാണ് ഡിവിഡൻഡ്, ലാഭവിഹിതം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ബുക്ക് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ റെക്കമെൻഡ് ചെയ്ത ഡിവിഡൻഡാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ഇനി ഇൻ്ററിൻ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാലോ ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഇടവേളകളിൽ കൊടുക്കുന്ന ഡിവിഡൻഡാണ് ഇൻ്ററിൻ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് ബുക്ക് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. അൺക്ലെയിംഡ്, ക്ലെയിം ചെയ്യാത്ത ഷെയർ ഹോൾഡറിന് കൊടുക്കുന്ന ഡിവിഡൻഡാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ കമ്പനി പൈസ അല്ലാതെ എങ്ങനെ കൊടുക്കും? ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ചിലപ്പോൾ കമ്പനിയുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ കമ്പനി ചിലപ്പോൾ വില ഉറപ്പായിട്ട് ഒരു പ്രോമിസറി നോട്ടായിട്ട് ഒരു പ്രോമിസായിട്ട് പറയും ഞാൻ ഡിവിഡൻഡ് പിന്നെ തരാം എന്ന രീതിയിലൊരു പ്രോമിസ് പോലെ കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്ന് പറയുക കേട്ടോ. ഓർത്ത് വെക്കണേ. CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇപ്പോൾ അതില്ല. എന്നാൽ ബ്രീഫായിട്ടൊന്ന് വായിച്ച് വെച്ചേക്ക്. പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ടതാണ് റിസർവും പ്രൊവിഷനും തമ്മിൽ ഡിഫറൻസ്. റിസർവ് പ്രോഫിറ്റ് ഇത് മാറ്റിവെക്കുന്നതാണ്. മറ്റാണെങ്കിലോ ഏതാണ്? ചാർജ് എഗൈൻസ്റ്റ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം മാറ്റിവെക്കുന്ന റിസർവ്, മറ്റേ ഉറപ്പായിട്ട് മാറ്റിവെക്കണം. ഇത് അൺനൗൺ ലൈബിലിറ്റിയാണ്. ഭാവിയിൽ അറിയാത്ത ബാധ്യതകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് റിസർവ്. മറ്റേത് അറിയാവുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് പ്രൊവിഷൻ. ഇത് പ്രോഫിറ്റ് നിന്ന് മാറ്റിവെക്കുന്നതാണ്. അത് ക്രിയേഷൻ പ്രൊഫിഷൻ കമ്പൽസറിയാണ് കേട്ടോ. ഇത് പ്രോഫിറ്റ് തന്നെ മാറ്റിവെക്കാൻ പാടുള്ളത്, കമ്പൽസറി അല്ല, അത് കമ്പൽസറിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് അവസാനം എന്ത് ചെയ്യാം? ഡിവിഡൻഡ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതൊരിക്കലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ഡെബിറ്റ് ചെയ്യുന്നു. അവിടെയാണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു കേട്ടോ.
ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അപ്പോൾ ഡെഫേർഡ് ടാക്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആണ് കേട്ടോ. അതായത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഉണ്ട്, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഉണ്ട് കേട്ടോ. അത് രണ്ടൊന്ന് പഠിച്ചു വെക്കുക. ഫ്യൂച്ചർ പീരീഡിൽ നമുക്ക് റിക്കവറബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് ആണ് ഡെഫേർഡ് ടാക്സ് അസറ്റ്. ഇനി ഫ്യൂച്ചർ പീരീഡിൽ ഇൻകം ടാക്സ് അടയ്ക്കാനായിട്ടുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ അടയ്ക്കാനായിട്ടുള്ള ടാക്സിനെയാണ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ള തിയറീസ്. ഓക്കെ.